നമസ്കാരം. കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നിരവധി കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ തീരെ ശ്രദ്ധിക്കാതെ പോയവരാണ് കൂടുതലും ആളുകൾ. കഴിഞ്ഞ 37 വർഷത്തെ കലാജീവിതം, തുടർച്ചയായി ഒരു കലാസമിതിയിൽ തന്നെ 14 വർഷങ്ങൾ, നൃത്ത നാടക രംഗത്ത് പ്രതിഭാധനന്മാരോടൊപ്പം കേരളത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക കലാവേദികളിലും പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് ശ്രദ്ധേയമായി. കൊല്ലം ചടയമംഗലത്ത് കണ്ണങ്കോട് പെരുപുറത്ത് താമസിക്കുന്ന അതുല്യ കലാകാരൻ, അഭിനയ കലയിലെ നിറ സാന്നിധ്യം ശ്രീ വേണുഗോപാലിനോടൊപ്പമാണ് ഇന്ന് ട്രൂത്ത് വിഷൻ ന്യൂസ്. നമ്മുടെ കുറച്ച് വർഷം കൊണ്ട് നമ്മുടെ ട്രൂപ്പിന്റെ കൂടെ ഉണ്ട്. ട്രൂപ്പ് തുടങ്ങിയിട്ട് തന്നെ 25 വർഷമായി. ഏകദേശം 15 വർഷത്തോളമായി നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ കേരളത്തിന് പുറത്തും ഡൽഹി വരെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വളരെ ഭംഗിയായി പോകുന്ന ഒരു ടീമാണ് തിരുവനന്തപുരം ഭരതക്ഷേത്ര. ചടയമംഗലം വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞാൽ ഏറെക്കാലമായി തിരുവനന്തപുരം ഭരതക്ഷേത്രത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. നല്ലൊരു കലാകാരനാണ്. നമ്മുടെ സമിതി വന്നിട്ട് ഒരു 10 വർഷത്തോളമായി സജീവമായി ഞങ്ങളോട് പോകും. കലാരംഗത്ത് വളരെ വർഷങ്ങൾ എന്ന് വെച്ചാൽ ഒരു 37 വർഷത്തെ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ശ്രീ വേണുഗോപാൽ. തീർച്ചയായും ഈ കലാപ്രവർത്തന ജീവിതത്തിലേക്കുള്ള തുടക്കം എങ്ങനെയാണ്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ നൃത്തം കുറച്ചൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠനും ചേട്ടത്തി കൂടിയായ രാജൻ പിള്ള എന്ന് പറയും, ചടയമംഗലത്ത് രാജൻ പിള്ള, അവരുടെ സഹോദരി സർലാദേവിയും കൂടെയാണ് എന്നെ കുട്ടിക്കാലത്ത് ഏതാണ്ട് 5 വയസ്സുള്ളപ്പോൾ എന്നെ ഡാൻസ് പഠിപ്പിക്കുകയും അതിൽ എൻ്റെ അമ്മ എന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാര്യം അന്ന് ഞങ്ങളുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളായിരുന്നു. ഞങ്ങൾ എനിക്ക് ഇളയത് 3 സഹോദരങ്ങളാണ്. അവരെയൊക്കെ വളർത്താനും അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ വളർത്തിയെടുത്തുകൊണ്ട് ഈ കലാരംഗമായിട്ടൊക്കെ ഇരിക്കുമ്പം വലിയ പാടായിരുന്നു. എന്നാലും സ്കൂൾ തലങ്ങൾ മുതലേ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് ഡാൻസും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-13 വയസ്സായി. അന്നൊക്കെ ഈ നൃത്തനാടകം, അന്ന് എൻ്റെ ജ്യേഷ്ഠനൊരു സമിതി ഉണ്ടായിരുന്നു, ചടയമംഗലം മഹാദേവ തിയേറ്റേഴ്സിനായിരുന്നു. ആ സമിതിയിൽ ഈ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അന്ന് സെറ്റ് വർക്കും ചെയ്ത് ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഞങ്ങളെ അന്ന് ഇറക്കുമായിരുന്നു. അങ്ങനെ അതിൽ നിന്നും കുറേ കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗുരുനാഥൻ കൂടെയായ അദ്ദേഹം ഗൾഫിൽ പോയതിന് ശേഷം അതിൽ എനിക്കൊരു ചെറിയൊരു വേഷം കിട്ടി, ഒരു മന്ത്രിയുടെ വേഷം. അപ്പം എൻ്റെ പ്രായം അത്രയ്ക്കേ ഉള്ളൂ. മന്ത്രിയുടെ വേഷം ചടയമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ അവതരിപ്പിക്കുകയും അവതരിപ്പിച്ച് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒറ്റയാളാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. അതായത് വയലിക്കട്ട കുട്ടൻപിള്ളയുടെ മകൻ രാജൻ പിള്ള. ആ രായണ്ണനാണ്, മോനെ നീ ഈ രംഗത്തൊന്നും നിൽക്കാനുള്ളതല്ല, നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറയുകയും, പിന്നെ അന്നൊന്നും എനിക്ക് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് പോകാനോ അങ്ങനെയുള്ളതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ വേറൊരു പെങ്ങൾ പ്രഭയെന്ന് പറയുന്ന ആ ചേച്ചി ഇതുപോലെ വേറൊരു സമിതിയിലേക്ക്, തിരുവനന്തപുരം കൈലാസിലേക്ക് എന്നെ പ്രപ്പോസ് ചെയ്യുകയും ഞാൻ അവിടെ പോയി കൊച്ചു വേഷം ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ നായക വേഷം ചെയ്യാനുമുള്ള കാരണം. നൃത്തനാടകത്തിൽ ഇന്നിപ്പം മാന്യമായ പേയ്മെൻറ്റും തന്ന് ഒക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തുടക്കം മുതൽ തന്നെ നൃത്തനാടക സമിതിയുമായി പ്രവർത്തിക്കുന്നു. കലാകാരൻ എന്ന് പറയുമ്പോൾ വിവിധ തലങ്ങളാണ്. എന്നാൽ ശ്രീ വേണുവിനെ സംബന്ധിച്ചോളം 37 വർഷമായി ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിന് ചേർന്ന അംഗീകാരങ്ങൾ നാടിൻ്റെയോ മറ്റു പ്രദേശങ്ങളിൽ നിന്നോ ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പൊതുപ്രവർത്തകനും കൂടെയാണ്. ആ പൊതുപ്രവർത്തനം ആ സംഘടനയിലായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ സംഘടനയോ അല്ലെങ്കിൽ മറ്റ് സംഘടനയോ എന്നെ ഒരു പ്രോത്സാഹനം പോലും തന്നിട്ടില്ല. എൻ്റെ സ്വന്തം കഴിവെന്നേ പറയാൻ പറ്റും. പിന്നെ എന്ന് വിചാരിച്ച് നാട്ടുകാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ പ്രോത്സാഹനങ്ങൾ തന്നിട്ടു. അന്ന് ഈ നൃത്തനാടകം എന്ന് പറഞ്ഞാൽ ബാലയായിരുന്നു. ബാലയുടെ എന്ന് പറഞ്ഞാൽ ഈരടിക്ക് നമ്മൾ കൈമുദ്ര കാണിക്കണമായിരുന്നു. അങ്ങനെ തുടങ്ങി പിന്നെ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞാൻ എല്ലാ ജോലിക്കും പോകുമായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിരുന്നു ഒളിച്ചും പാത്തുമൊക്കെ ഇതുപോലെ നൃത്തനാടകത്തിന് പോവുകയും. എനിക്ക് 94 നിലമേൽ NSS കോളേജിലെ ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് ജോലി കിട്ടുകയും, അത് കഴിഞ്ഞ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കള്ളത്തരങ്ങൾ പറഞ്ഞായാലും എങ്ങനെയായാലും പ്രോഗ്രാമിന് അന്നും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ വിവിധ സമിതികളിൽ പോകുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പ്രൊഫഷണലായിട്ട് പോകാൻ ഈ ബാബു എന്ന് പറയുന്ന ആളാണ് എന്നെ വീണ്ടും നൃത്തനാടകത്തിലേക്ക് ഇത് ചെയ്തത്. അങ്ങനെ വീണ്ടും ഞാൻ നൃത്തനാടകത്തിലേക്ക് ഇറങ്ങി. പിന്നെ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ അങ്ങ് ഏറ്റെടുത്തു. ആ ജോലി രാജിവെക്കുകയും, ആ ജോലി രാജിവെച്ചതിന് ശേഷം ഇന്നും നൃത്തനാടകത്തിൽ
ഞാൻ പോകുന്നെങ്കിലും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ 2 പിള്ളേരെ പഠിപ്പിച്ചതും ഒക്കെ. എൻ്റെ കുടുംബവും ഒക്കെ നോക്കുന്നുണ്ട്. ഇതിനെല്ലാം എൻ്റെ അമ്മയാണ്. അച്ഛനെ 27 വർഷമായി അച്ഛൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടു. പിന്നെ ഈ വീട്ടിലെ മൂത്ത ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹോദരങ്ങളെ സപ്പോർട്ടുണ്ട്, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ, ഇവരുടെ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ട്. അതുപോലെ എൻ്റെ ഈ നാട്ടുകാരായ കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഉയർച്ചയിലെത്താൻ പറ്റില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സീരിയലിലൊന്ന് കാണണോ, മുഖം കാണിക്കണമെന്ന്. സീരിയലിൽ ഞാൻ അവതരിപ്പിച്ചെന്ന് പറഞ്ഞാൽ സ്വാമി അയ്യപ്പൻ ഇത് ചെയ്യുമ്പോൾ വെള്ളനാട് നാരായണ സാറാണ് അതിൻ്റെ ഉപകരണങ്ങൾ എഴുതിയത്. സാർ തന്നെയാണ് അതിൽ സ്വാമി അയ്യപ്പനിൽ വേഷം ചെയ്തിരുന്നു. ആ സ്വാമി അയ്യപ്പനിൽ വേഷം ചെയ്തതിന് ശേഷം ശ്രീകൃഷ്ണ ലീലയിൽ വേഷം ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ പോകുന്ന സമിതിയുടെ രചയിതാവ് ഒരു നല്ലൊരു സീരിയൽ ദൂരദർശനിൽ വേണ്ടി നാടോടി കല്യാണം എന്ന് പറയുന്ന ആ സീരിയലിൽ നല്ലൊരു വേഷം, ഒരു അബ്കാരി കോൺട്രാക്ടറുടെ വേഷം ചെയ്യാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചു, കലാരംഗത്ത് 37 വർഷമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വേണുഗോപാൽ എന്ന്. അതും നൃത്ത സംഗീത നാടക മേഖലയിലാണ്. ഇപ്പൊ കേരളത്തിലെ പ്രശസ്തമായ നിരവധി ട്രൂപ്പുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന ഏതൊക്കെ സമിതികളാണ് മനസ്സിലേക്ക് വരുന്നത്? ഇപ്പോൾ ഏതിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ചടയമംഗലം മഹാദേവ തിയേറ്റേഴ്സ്, അത് കഴിഞ്ഞ് കൊല്ലം തപസ്യ, അത് കഴിഞ്ഞ് പുനലൂർ ജയകേരള, കൊല്ലം നാട്യകല, തിരുവനന്തപുരം അനശ്വര, തിരുവനന്തപുരം ശ്രീ കൈലാസ്, പിന്നെ അത് കഴിഞ്ഞ് ഗസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം അക്ഷയശ്രീ, പിന്നെ കൊട്ടാരക്കര ഗോകുലം എൻ്റർടൈനേഴ്സ്. അത് കഴിഞ്ഞ് 14 വർഷമായിട്ട് എൻ്റെ കുടുംബസമിതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുടുംബസമിതി തന്നെയാണ്. ഇപ്പം ഇതുപോലെ കേരളത്തിൽ ഒരു കുടുംബസമിതി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു സമിതി, അത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ആ സമിതി പോകാനാണ് കൂടുതൽ ഇഷ്ടം. കാര്യം ഞാൻ ഓണമൊക്കെ വരുമ്പോൾ ഓണം ആഘോഷിക്കുന്ന നമ്മുടെ ജംഗ്ഷൻ തന്നെ, പെരുവറ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്, അവിടെ വെച്ചായിരുന്നു ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തുകയും. അങ്ങനെ എനിക്ക് ഒരു വർഷം ഞങ്ങൾ ജ്യേഷ്ഠനിയന്മാർ 4 പേരും, ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന മുരഹരി, അതുപോലെ സജി, അജയ് ഘോഷ്, അങ്ങനെ എല്ലാവരും കൂടി നല്ലൊരു നാടകം അവതരിപ്പിച്ചപ്പോൾ ഇന്ന് ഉപ്പുമുളകും സംവിധാനം ചെയ്യുന്ന ഉണ്ണിയണ്ണൻ അന്ന് ഇത് വന്ന് കാണാനിട വന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, അന്ന് എനിക്ക് നിലമേൽ NSS കോളേജിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ നാടകമൊക്കെ കണ്ടതിന് ശേഷം ഈ എൻ്റെ ജ്യേഷ്ഠനായ ഉണ്ണിയണ്ണൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെയെങ്കിലും നിൽക്കേണ്ട ആളല്ല, അഭിനയയിൽ പോയി അഭിനയം പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ പോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അണ്ണാ എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ അനിയനെ വിടാം. ചുരുക്കം പറഞ്ഞാൽ അതൊന്നും നടന്നില്ല. നമുക്ക് ഇവിടെ ഒരു നാടക പഠന കളരി ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം അന്ന് ആ കാലഘട്ടത്തിൽ ഒരു നാടക പഠന കളരി ഉണ്ടാക്കിയ സ്ഥലത്താണ്. എനിക്ക് അയവർക്കാൻ ഇനി ഈ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അയവർക്കുന്നത്. അങ്ങനെ അതിൽ നിന്നും ഈ ഉണ്ണിയണ്ണൻ KPSCയിൽ പോവുകയും, അത് കഴിഞ്ഞ് കലാനിലയത്തിലേക്ക് പോവുകയും, അത് കഴിഞ്ഞ് സീരിയലിൽ സംവിധാനത്തിലേക്ക് പോവുകയും, അങ്ങനെ ഇന്ന് ഉപ്പുമുളകിൽ എത്തി. അന്ന് ആ നാടകം കണ്ട വ്യക്തി വിചാരിച്ചെങ്കിൽ ഇന്ന് ഇപ്പം നൃത്തനാടകത്തിൽ ഞാൻ അതുമായിട്ട് ഉപജീവനമാർഗം നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ കടന്നൂർ മേഖലയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരുണ്ട്, ഇവരെയൊക്കെ കുറച്ചൊക്കെ ഉയർത്താമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ചടയമംഗലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവൻ ചെയ്ത് ഉയർന്നു പോയാൽ പോയി എന്നുള്ളതേ ഒക്കൂ. എന്തുവായാലും ഉണ്ണിയനെത് കേൾക്കുന്നുണ്ടെങ്കിൽ അതേ പ്രദേശത്ത് അന്ന് നമ്മൾ തങ്ങളിൽ നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും പൂർവ്വകാലം ഓർമ്മയ്ക്ക് മുന്നിൽ